ആയുരാരോഗ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആർത്തവ വിരാമം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ NS അയ്യർ. ഏവർക്കും നമസ്കാരം. ആയുരാരോഗ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീജന്യ രോഗങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അതിഥി ഡോക്ടർ NS അയ്യർ അവറുകളാണ്. നീണ്ട വർഷങ്ങളുടെ സേവനം കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിലുള്ള വ്യക്തിയാണ് ഡോക്ടർ NS അയ്യർ. ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം പാത്ത് ഫൈൻഡർ, യൂണിസെഫ് ഇന്ത്യ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ തന്നെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ആരോഗ്യത്തെ സംബന്ധിച്ച് കൺസൾട്ടൻ്റായിട്ട് ജോലി അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ NS അയ്യർ. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഡോക്ടർ NS അയ്യറിനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഒരുപക്ഷെ ഇതെല്ലാ സ്ത്രീകളും തന്നെയും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ആർത്തവ സമയത്തോടനുബന്ധിച്ചും അല്ലെങ്കിൽ ആർത്തവ വിരാമ സമയത്തും നമ്മുടെ ഒരു മൂഡിലെ മാറ്റങ്ങളെക്കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതെങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, അതായത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് നമ്മുടെ ഒരു മൂഡിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സാർ, മൂഡ് സ്വിങ്സ് അതല്ലേ മനുഷ്യ ഉദ്ദേശിക്കുന്നത്? ആർത്തവ വിരാമ സമയത്ത് ഈ മൂഡിലെ മാറ്റങ്ങൾ, മൂടെന്ന് പറഞ്ഞാൽ ഭാവമാറ്റങ്ങൾ, നമ്മുടെ ഭാവമാറ്റം. നമ്മൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങും, അല്ലെങ്കിൽ അതേ ഭയങ്കര ദേഷ്യത്തിരിക്കുന്ന ആൾ പെട്ടെന്ന് ചിരിക്കാനും തുടങ്ങും. ഇതൊക്കെയാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഭയങ്കരമായ വിഷമത്തിരിക്കുന്ന ആൾ പെട്ടെന്ന് വിഷമം മാറി സന്തോഷത്തിലിരിക്കും. ചിലപ്പോൾ സന്തോഷത്തിലിരിക്കുന്ന ആൾ സന്തോഷം മാറി കരയാനും തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അത് ഒരു ഹ്രസ്വമായ ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ട് വരുന്ന ഒരു പ്രക്രിയയാണ്. അത് മൂഡ് സ്വിങ്സ് എന്ന് ഹ്രസ്വമായ ഒരു മാനസിക വിഭ്രാന്തിയാണ്. ഒരു അസഹിഷ്ണുത, ഒന്നിനെ തയ്ക്കാൻ വയ്യാതെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊന്നും താങ്ങാൻ സാധിക്കുന്നില്ല. ഒരു അസഹിഷ്ണുത ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ദുഃഖം ഉണ്ടാവും, ഒരു നിരാശ ഉണ്ടാവും, പിന്നെ ക്ഷീണം ഉണ്ടാവും, ഒരു ഉദാസീനത കാണും, ഒരു വല്ലാത്ത ആവേശമൊക്കെ ഉള്ള ആൾക്ക് പെട്ടെന്ന് ആവേശം കുറഞ്ഞൊരു മൂടില്ലാത്ത രീതിയിലിരിക്കുന്ന കാണും. ഉറക്കം കുറയും. മൂടില്ല എനിക്കിതിനൊന്നും മൂടില്ല എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഹൃദയത്തിൽ ഒരു ഹ്രസ്വമായ രീതിയിലുള്ള ഒരു മാനസിക വിഭ്രാന്തി, ഒരു അസഹിഷ്ണുത, ദുഃഖം അല്ലെങ്കിൽ നിരാശ, ക്ഷീണം, ഉദാസീനത, ഇല്ലെങ്കിൽ ആവേശം കുറഞ്ഞിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഇമ്മ്യൂൺ സ്വിങ്സിൽ കാണുന്നത്. ഹ്രസ്വമായ മാനസിക വിഭ്രാന്തി, അസഹിഷ്ണുത, ദുഃഖം അല്ലെങ്കിൽ ചെറിയ നിരാശ, ക്ഷീണം, ഉദാസീനത, ആവേശം കുറഞ്ഞിരിക്കുക, ഉറക്കം കുറയുക. ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർമോണിൻ്റെ മാറ്റങ്ങൾ തന്നെയാണ്. പിന്നെ ഈ മൂഡ് സ്വിങ്സിനുള്ള കാരണം വന്നിട്ട് ഈ ഹോട്ട് ഫ്ലഷും കൂടെയാണ്. പെട്ടെന്ന് സന്തോഷത്തിരിക്കുന്ന ആൾ ശരീരമൊക്കെ ചൂടാകാൻ തുടങ്ങുമ്പോൾ ആൾ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യാമായിപ്പോവും, ആൾ വല്ലാതെ ഇറിറ്റേറ്റഡായിപ്പോവും, നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങുമല്ലേ. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ശരീരത്തിൽ ഹോട്ട് ഫ്ലഷ് കാണുമ്പോൾ, പെട്ടെന്ന് ശരീരം വേർക്കുമ്പോൾ ആൾ ഇറിറ്റേറ്റഡ് ആവും. അത് തന്നെയാണ് ഈ ഹോട്ട് ഫ്ലഷ്, ഈ പെട്ടെന്ന് വരുന്ന വിയർപ്പ്, ഇതൊക്കെ കാരണമാണ് മൂഡ് സ്വിങ്ങിന് കാരണം. പിന്നെ ജീവിത സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ, പിന്നെ ജോലിയിലുള്ള മാറ്റം, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ മൂഡ് സ്വിങ്ങിന് കാരണമാണ്. അപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു വ്യായാമം, മനസ്സിൻ്റെ സന്തുലിത നേർത്തുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യണം. എവിടെയെങ്കിലും ഒരു നല്ലൊരു കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ കൗൺസിലറുടെ അടുത്ത് പോയിട്ട് ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യണം. പക്ഷേ ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നാൽ തന്നെ മതി. നമുക്ക് എല്ലാ മനസ്സാണല്ലോ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അപ്പം എനിക്ക് മെനോപാസിൻ്റെ ലക്ഷണമാണ്, എനിക്ക് മെനോപാസാണ്, എനിക്കിങ്ങനെ മാനസിക വിഭ്രാന്തി ചിലപ്പോൾ വന്നേക്കും, അതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കണം, ആ മാനസിക വിഭ്രാന്തിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം എന്ന് നമുക്ക് തോന്നിയാൽ തന്നെ നമ്മൾ തന്നെത്താനെ പുറത്തേക്ക് വരണം. സാധ്യത വളരെ കൂടുതലായാലോ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് ഒരു ഹോർമോൺ തെറാപ്പിയൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. ഹോർമോൺ തെറാപ്പി എടുക്കാം, പക്ഷേ അത് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് നമുക്ക് സഹായം നേടാം. പിന്നെ പോഷകാഹാരമുള്ള ആഹാരം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കണം. പിന്നെ ഈ കുടുംബത്തിലെ ആൾക്കാരുടെ കൂടുതലുള്ള സഹകരണവും ഇതിനാവശ്യമാണ്. ഒരു ചെറിയ ഇമ്മ്യൂണിറ്റിസൊക്കെ വന്ന ഉടനെ അവരെ തിരിച്ച് നമ്മളോട് വഴക്കിടാൻ പാടില്ല. സാധാരണ കാരണമല്ലേ, പാവം
പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളുമായിട്ട് സഹകരിക്കണം. കുടുംബപരത്തിലുള്ള സഹകരണവും വളരെ അത്യാവശ്യമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അമ്മയെ കണ്ടിട്ട് മകനും കൂടെ ദേഷ്യപ്പെട്ടാൽ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഭാര്യയെ കണ്ടിട്ട് ഭർത്താവ് തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ ആകപ്പാടെ എല്ലാം കൂടെ കുളമാവും. അതുകൊണ്ട് വീട്ടിലുള്ളവരും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ വിഷമങ്ങൾ എന്താണ്, സ്ത്രീകളുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് ശരിക്ക് വീട്ടിലുള്ള പുരുഷന്മാരും മറ്റുള്ളവരും അറിഞ്ഞിരുന്നാൽ തന്നെ, അവരുടെ സഹകരണം കിട്ടിയാൽ തന്നെ ഈമാതിരി പ്രശ്നങ്ങൾ ഒരു വിധത്തിൽ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആർത്തവ വിരാമത്തിന് ശേഷം ഈ മാനസിക സമ്മർദ്ദം കൂടുതൽ കണ്ടുവരുന്നു എന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഡോക്ടർ. അത് എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആർത്തവ വിരാമത്തിന് ശേഷം ഒരു മാനസിക സമ്മർദ്ദം കൂടുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് മാനസിക സമ്മർദ്ദം ആർത്തവ വിരാമത്തിന് ശേഷം കൂടുതൽ കണ്ടുവരുന്നത് ആരിലാണ് എന്നൊക്കെയാണ്. അപ്പോൾ മാനസിക സമ്മർദ്ദം ആർത്തവ വിരാമത്തിന് ശേഷം കൂടുതലോ കുറവോ ഒന്നൊന്നും പറയാൻ പറ്റുകയല്ല. അത് എല്ലാ സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾ മാത്രമല്ല, പൊതുവേ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കാത്തവരാരും തന്നെ ഇല്ല എന്ന് പറയാം. ഈ 50 വയസ്സ് തൊട്ട് സാധാരണഗതിയിൽ എല്ലാവരും തന്നെ 50 തൊട്ട് 60 വയസ്സ് വരെ, 45 വയസ്സ് കഴിഞ്ഞാൽ തന്നെ മാനസിക സമ്മർദ്ദം ഇല്ലാത്തവരാളില്ലെന്ന് തന്നെ നമുക്ക് പറയാം. പല രീതിയിൽ അവർ പുറമേക്ക് പലതൊക്കെ സന്തോഷമായിട്ട് കാണിച്ചാൽ തന്നെയും പല രീതിയിൽ മാനസിക സമ്മർദ്ദത്തിന് അനുഭവപ്പെടുന്നവർ ഈ പ്രായത്തിലുണ്ട്. പക്ഷെ ആ പ്രായത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് കൂടും. കാരണം അവർക്ക് ഈസ്ട്രജൻ കുറയുകയാണ്. അത് കാരണം വരുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ മാനസിക സമ്മർദ്ദത്തെ പിന്നെയും കൂട്ടുകയാണ്. അപ്പോൾ ഈ ഈസ്ട്രജൻ വന്നിട്ട് നമ്മുടെ സാധാരണഗതിയിൽ ഒരു ഹാപ്പി ഹാർമോൺ എന്ന് പറയും. ശരീരത്തിൽ 4 ഹാപ്പി ഹാർമോൺ ഉണ്ട്. അതിൽ ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ എന്നൊക്കെ പറയുന്ന 4 ഹോർമോൺസാണ് ഈ മൂഡ് നിയന്ത്രിക്കുന്ന ഹോർമോൺസ്. ഈ ഹോർമോൺ ഈസ്ട്രജൻ കുറയുമ്പോൾ ഈ ഹോർമോണിൻ്റെ ലെവലും കുറയാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം ശരീരത്തിന് എപ്പോഴും ഒരു സന്തോഷകരമായ ചുറ്റുപാടിൽ ഇരിക്കാനുള്ള ചുറ്റുപാടിൽ എപ്പോഴും മാനസികമായിട്ട് സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള ഒരു ചുറ്റുപാട് സെറോട്ടോണിൻ്റെ കുറവ് കാരണം ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഈസ്ട്രജൻ്റെ കുറവ് സെറോട്ടോണിനെ പിന്നെയും കുറയ്ക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ആകപ്പാട് ഒരു സന്തോഷമില്ലായ്മ എപ്പോഴും കാണാൻ തുടങ്ങും. പിന്നെ ഹോട്ട് ഫ്ലാഷുകൾ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഉറക്കമില്ല, പിന്നീട് ഓർമ്മശക്തി കുറയുന്നു, പിന്നെ വല്ലാത്ത പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ മാനസിക സമ്മർദ്ദം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മക്കളുടെ വിരമിക്കൽ, ഔദ്യോഗിക ജീവിതത്തിലുള്ളവർക്കാണ് ഇത് കൂടുതൽ അനുഭവപ്പെടുക. വിരമിക്കാൻ പോകുന്നു, അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നുള്ള ആലോചന, വീട്ടിൽ കുട്ടികളുടെ പഠിത്തം, കുട്ടികളുടെ ഹയർ സ്റ്റഡീസ്, പിന്നെ ഈ കാലത്തെ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാവുന്നു, തോൽക്കുന്നു, സീറ്റ് കിട്ടുന്നു, അതിനെപ്പറ്റിയുള്ള പിരിമുറുക്കങ്ങൾ, ഈ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള പിരിമുറുക്കങ്ങൾ കാരണം മാനസിക സമ്മർദ്ദം സ്ത്രീകൾക്ക് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ സ്ത്രീകൾക്ക് പ്രായം കൂടുമ്പോൾ സാമൂഹികപരമായ ചില മാറ്റങ്ങളുണ്ടാവും. അവർക്ക് തോന്നുന്നു നമ്മൾ സാമൂഹികപരമായി നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണോ എന്ന് അവർക്ക് ചിലപ്പോൾ ഒരു ഭയം തോന്നും. അപ്പോൾ പിന്നെ ക്യാൻസർ പോലത്തെ സൂക്കേടുകളെ പറ്റിയുള്ള പേടിയും ഈ സമയത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സമയത്ത് സ്ത്രീകൾക്കൊക്കെ അവരുടെ ബ്രസ്റ്റിലൊക്കെ ക്യാൻസർ വരുന്ന ഈ സമയത്ത് ധാരാളം സ്ത്രീകൾക്ക് അവരുടെ ബ്രസ്റ്റിൽ മുലകളിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് സമയമാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള പലർക്കും ഗർഭപാത്രത്തിലോ അല്ലെങ്കിൽ ബ്രസ്റ്റിലോ ഒക്കെ ക്യാൻസർ വരുന്ന അവർ കേട്ടിട്ട് അതിൽ കാരണമുള്ള നമുക്കും വന്നേക്കുമോ എന്നുള്ളൊരു പേടി കാരണം അതിലും ഒരു ഭയം ഉണ്ടാവും. അപ്പോൾ ഈ മാനസിക ഇത് കുറയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യുക? വ്യായാമം, യോഗ, ധ്യാനം, ഇതൊക്കെ ചെയ്യാം. പിന്നെ മനഃശാസ്ത്ര വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 പ്രാവശ്യം പറയുകയാണ്, പല പ്രാവശ്യവും പറയും, കുടുംബമാണ് ഇവരെ സഹായിക്കേണ്ടത്. കൂടെയുള്ളവരാണ് ഇവരെ സഹായിക്കേണ്ടത്. ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇവരുടെ മൂഡ് അനുസരിച്ച് പ്രവർത്തിക്കാൻ പോകില്ല. അവരെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഒതുങ്ങി പോവുക, കൂടുതൽ ദേഷ്യപ്പെടാതെ നോക്കുക. അതുപോലെയൊക്കെയാണ് നമ്മൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള കൂടെ ഉള്ളവരും സുഹൃത്തുക്കളും വളരെ അത്യാവശ്യമായിട്ട് അവരുടെ സാന്ത്വനവും അവരുടെ പിന്തുണയും ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. നല്ല ഭക്ഷണം കഴിക്കുക,
രാത്രി കാലത്ത് ഒന്ന് സുഖമായിട്ടൊരു കുളിച്ച് കഴിഞ്ഞിട്ട് നല്ലവണ്ണം തണുത്ത കാറ്റൊക്കെ കിട്ടുന്ന ഒരു പ്രതലത്തിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഉറക്കം വന്നേക്കും. കാരണം ഈ ഹോട്ട് ഫ്ലാഷസൊക്കെ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലവണ്ണം ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഈ ആരോഗ്യപരമായ ഭക്ഷണം വളരെ അത്യാവശ്യമാണ്. ഈ ഹാർമോണിൻ്റെ മാറ്റവും ജീവിതത്തിൽ ഹാർമോണിൻ്റെ മാറ്റമുണ്ട്, അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് പോരാഞ്ഞിട്ട് ജീവിതത്തിൽ സാമൂഹിക വ്യക്തിഗത പരിണാമങ്ങളുടെ മാറ്റങ്ങളും കൂടെയുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതാണ് മെനോപോസിന് ശേഷം മാനസിക സമ്മർദ്ദം കൂടുതലായിട്ട് കാണുന്നത്. ആർക്കാണെന്ന് വെച്ചാൽ ചിലർക്ക് വരും. ഈ മിക്കവാറും ഔദ്യോഗിക തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കാണ് മാനസിക സമ്മർദ്ദം മൂലമുള്ള വിഷമതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നത്. വീട്ടിൽ ഭാര്യയായിട്ട് കഴിയുന്നവർക്ക് അത്രയ്ക്ക് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത് ഭർത്താക്കന്മാരും പുരുഷന്മാരൊക്കെ ആയതുകൊണ്ട് അവർ ആ കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടന്നാൽ മതി. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് മാനസിക സമ്മർദ്ദം വളരെ അത്ര കൂടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഔദ്യോഗിക ജീവിതത്തിൽ ഔദ്യോഗികമായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ റിട്ടയർമെൻറ്റ് വരും, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കൂടെ ഒരു സാമൂഹികപരമായ ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കാരണം മാനസിക സമ്മർദ്ദം കൂടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾക്ക്. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പികളെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതിൻ്റെ ഒരു ഗുണഭേദങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു ചോദ്യം. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി മെനോപോസിൽ വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു വിധത്തിൽ സഹായമാണെങ്കിലും അത് കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യതയുണ്ട്. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൂടുതലായിട്ട് ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. പിന്നെ ത്രോംബോ എംബോളിസം, അതായത് മറ്റേ ബ്രെയിനിൽ നമ്മുടെ വീനസ് ത്രോംബോ എംബോളിസം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ തലച്ചോറിലുള്ള രക്തക്കുഴലുകളിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം രക്തം കട്ട പിടിച്ച് അത് കാരണം ത്രോംബോ എംബോളിസം എന്ന് പറയും, വീനസ് ത്രോംബോ എംബോളിസം. അത് കാരണം ബുദ്ധിമുട്ടുകൾ വരാം. പിന്നെ കൂടുതലായിട്ട് ബ്ലീഡിങ്, രക്തം കൂടുതൽ ചിലപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ പെട്ടെന്ന് രക്തം കൂടുതൽ പോകാം. ഇല്ലെങ്കിൽ യോനിയിൽ കൂടെ തന്നെ ചിലപ്പോൾ രക്തം പോയെന്ന് വരും. അതുവരെ ഇല്ലാത്തത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കഴിക്കുമ്പോൾ യോനിയിൽ കൂടെ തന്നെ രക്തം പോയെന്ന് വരും. പിന്നെ വയറിളക്കം ഉണ്ടാവാം. പിന്നെ ദീർഘകാലമായി ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചിലർക്ക് ഈ മാനസിക പിരിമുറുക്കവും മറ്റ് മെനോപോസിലുള്ള ലക്ഷണങ്ങളൊക്കെ മാറുമ്പോൾ സന്തോഷം തോന്നിയിട്ട് അവർ ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി തുടർച്ചയായിട്ട് ചിലപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശത്തിന് ഉപരി കഴിക്കാൻ തുടങ്ങും. അത് തെറ്റാണ്. ഒരു ഡോക്ടറുടെ കീഴിൽ ഡോക്ടറുടെ ഉപദേശത്തിനനുസരിച്ച് മാത്രമേ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്യാൻ പാടുള്ളൂ. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ശരിക്കും ഒരു ഫലപ്രദമായ ചികിത്സ തന്നെയാണ്. പക്ഷേ അതിൻ്റെ റിസ്ക്കുകൾ നമ്മൾ പ്രത്യേകം ആലോചിക്കണം. വ്യക്തിയുടെ ആരോഗ്യാവസ്ഥയും കുടുംബാരോഗ്യ ചരിത്രവും പ്രായവും മെനോപോസ് എത്ര കാലമായി തുടങ്ങി എന്നുള്ളതും ഒക്കെ ആലോചിച്ച ശേഷം മാത്രമേ ഡോക്ടർമാർ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നിർദ്ദേശിക്കാറുള്ളൂ. അത് എപ്പോഴും ഒരാൾക്ക് അനുയോജ്യമായത് അത് എല്ലാവർക്കും അനുയോജ്യമായിരിക്കണം എന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീ ചിലപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ചില ഗുളികകൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൾ പറയും, എനിക്ക് ഹാർട്ട് ഫ്ലാഷസ് ഒന്നും ഇപ്പോൾ ഇല്ല, ഞാൻ ആ ഗുളിക മേടിച്ച് കഴിച്ചു, അതുകൊണ്ട് എനിക്കിപ്പോൾ ഹാർട്ട് ഫ്ലാഷസ് ഒന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അത് കാരണം ഇവർ ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ കടയിൽ പോയാൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊരു കുഴപ്പമുണ്ട്, ഏത് മരുന്ന് ഏത് കടയിൽ പോയാലും പേര് പറഞ്ഞാൽ തന്നെ കടക്കാരെടുത്ത് തന്നിരിക്കും. ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യം പലരും ആവശ്യപ്പെടാറേ ഇല്ല. അപ്പോൾ അത് കാരണം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒരാൾക്ക് ശരിയായി തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾക്ക് അതെടുത്ത് കഴിക്കാൻ തുടങ്ങും. പക്ഷെ ഒരാൾക്ക് ശരിയായത് മറ്റുള്ള ആൾക്ക് ശരിയായി കൊള്ളണമെന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ നോക്കിയ ശേഷം മാത്രമേ ഈ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എപ്പോഴും ഒരു ഡോക്ടറുടെ ഉപദേശത്തിന്, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഉപദേശത്തിന് കീഴിൽ മാത്രമേ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നിർബന്ധമാണ്.
അടുത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഒരുപക്ഷെ നമുക്ക് പറയാവുന്നതാണ്. അതായത് ഈ ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ആർത്തവ വിരാമ സമയത്ത്, ആർത്തവ വിരാമ സമയത്ത് ഒരു ഭക്ഷണക്രമത്തെക്കുറിച്ചാണ്. എന്ത് തരത്തിലുള്ളൊരു ഭക്ഷണക്രമമായിരിക്കണം അല്ലെങ്കിൽ അനുയോജ്യമായൊരു ഭക്ഷണക്രമം എന്തായിരിക്കണം എന്നാണ് ചോദ്യം. അതിനെക്കുറിച്ചൊന്ന് പറയാം. മെനോപോസ് സമയത്തുള്ള കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളെ പറ്റിയാണല്ലോ ചോദ്യം. മെനോപോസ് സമയത്ത് ശരീരത്തിൽ ഹോർമോൺ മാറ്റങ്ങൾ നടക്കുന്നതിനാൽ ശരീരവും മനസ്സും സംരക്ഷിക്കാനായിട്ടുള്ള പോഷകാത്മകമായ ആഹാരങ്ങൾ, പോഷകസമ്പന്നമായ ആഹാരങ്ങൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാൽഷ്യം കൂടുതലുള്ള ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം. അസ്ഥികളിൽ കാൽഷ്യം കുറയുന്നതിനാൽ അസ്ഥിയുടെ മൃദുത്വം ഒഴിവാക്കാൻ കാൽസ്യം കഴിക്കണം. പാലുൽപ്പന്നങ്ങൾ, ഇഞ്ചി, തൈര് വെള്ളം, പച്ചക്കറികൾ, തൈര്, മോര്, ഇതൊക്കെ നല്ലവണ്ണം കഴിക്കാം. തൈര്, മോര്, പിന്നെ പച്ചക്കറികൾ, പിന്നെ ഇഞ്ചിപ്പുളി എന്നൊക്കെ നമ്മൾ കഴിക്കാറില്ലേ, അതൊക്കെ നമ്മൾ ആഹാരത്തിൽ ചേർക്കാം. ഇഞ്ചിപ്പുളി, പിന്നെ ചീര, മുരിങ്ങയില കഴിക്കാം, ചീര കഴിക്കാം. പിന്നെ വൈറ്റമിൻ ഡി കൂടുതലുള്ള ആഹാരം കഴിക്കണം. മുട്ടയിലെ മഞ്ഞ, യോക്ക്, മത്സ്യം, സൂര്യപ്രകാശം ശരീരത്തിൽ ശരീരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള രാവിലെയും വൈകുന്നേരം സൂര്യപ്രകാശം ശരീരത്തിൽ കൊള്ളുവാനായിട്ടുള്ള ഒരു നടത്തയൊക്കെ വേണം. സൂര്യൻ്റെ അഭിമുഖീകരിച്ചിട്ടുള്ള സൂര്യപ്രകാശമുള്ള സമയത്ത് പുറത്തേക്ക് വരുന്ന കുറച്ച് നേരമെങ്കിലും പുറത്തിരിക്കണം. സൂര്യപ്രകാശം ശരീരത്തിൽ കൊള്ളുവാൻ വേണ്ട നടപടികൾ എടുക്കണം. പിന്നെ വൈകുന്നേരം നടന്നാൽ മതി. ഈ രാവിലെയും വൈകുന്നേരം ഉദിക്കുന്ന ശേഷം കുറച്ച് നടന്നാൽ തന്നെ സൂര്യപ്രകാശം നല്ലവണ്ണം കിട്ടും. പിന്നെ ഈ പ്ലാന്റിൽ ബേസ്ഡ് ഈസ്ട്രജനാണ് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഫൈറ്റോ ഈസ്ട്രജൻ അത് പ്ലാന്റ് ബേസ്ഡ് ഈസ്ട്രജൻസ് ഉണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് ഹാർമോൺ ഇല്ലാത്തതുകൊണ്ടാണല്ലോ, ഈസ്ട്രജൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സ്ത്രീ ഹാർമോൺ പോലെ പ്രവർത്തിച്ചുള്ള ഫൈറ്റോ ഈസ്ട്രജൻ ഉള്ള ചില പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഉൽപ്പാദനം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ സോയ ഇതൊക്കെ നല്ലതാണ്. പിന്നെ ചെറുപയർ, ഇതൊക്കെ തിളപ്പിച്ച പയർ വിളകൾ, ചെറുപയർ, പിന്നെ സോയ, ഇതൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻ കൂടുതലുള്ളതാണ്. അപ്പോൾ അത് കാരണം അത് കുറച്ച് മെനോപാസ് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫൈബർ, നാരിശത്ത് കൂടുതലുള്ള ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പച്ചക്കറികൾ, മാതളം, സീതാപ്പഴം, ജാമ്പയ്ക്ക, പപ്പായ, ഗോതമ്പ്, ഓട്സ്, പപ്പായ, ജാമ്പയ്ക്ക, സീതപ്പഴം, മാതള നാരങ്ങ, ഇതൊക്കെ നല്ല ആഹാരങ്ങളാണ് മെനോപോസ് സമയത്ത് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഒമേഗ-3 കൊഴുപ്പ് കൂടുതലുള്ള ആഹാരം. ഒമേഗ-3 കൊഴുപ്പ് കൂടുതലുള്ള ആഹാരം എന്ന് വെച്ചാൽ നമ്മുടെ മത്സ്യങ്ങൾ, ട്യൂണ മത്സ്യം, പിന്നെ ഒലീവ് ഓയിൽ, എള്ള്, പിന്നെ നട്ട്സ്, ബദാം, വാൾനട്ട്, ബദാം കഴിക്കാം, വാൾനട്ട് കഴിക്കാം. പിന്നെ ഒലീവ് ഓയിൽ നല്ലതാണ്. ട്യൂണ പോലത്തെ മത്സ്യവും നല്ലതാണ്. ഒമേഗ-3 കൂടുതലുള്ള ആഹാരം ആണിത്. പിന്നെ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? പഞ്ചസാരയും ഉപ്പും ഒഴിവാക്കണം. പിന്നെ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങളൊന്നും കഴിക്കരുത്. പാക്കറ്റിലുള്ള ആഹാരങ്ങളൊന്നും എടുത്ത് കഴിക്കരുത്. പിന്നെ കാപ്പി അധികം കുടിക്കരുത്. മദ്യപാനം ചെയ്യരുത്. പിന്നെ ഈ ബേക്കറി ഐറ്റങ്ങൾ കഴിക്കരുത്. ഡ്രിങ്കുകൾ കുടിക്കരുത്. ഈ ജ്യൂസുകൾ കുടിക്കരുത്. ബേക്കറി ഐറ്റങ്ങൾ കഴിക്കരുത്. അമിതമായ കോഫീൻ ഉപയോഗിക്കരുത്. പിന്നീട് ഈ പാക്കറ്റിൽ വരുന്ന ഫുഡുകളുണ്ടല്ലോ, വൈകുന്നേരം നറുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും എടുത്ത് കഴിക്കരുത്. പിന്നെ പഞ്ചസാര അധികം ഉപയോഗിക്കരുത്. ഉപ്പും കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ്. മെനോപോസ് ഒരു സ്വാഭാവിക ഘട്ടമാണ്. ശരിയായ ഭക്ഷണശീലങ്ങൾ ദൈനംദിനം പാലിക്കുന്നതിലൂടെ അതിൻ്റെ ദുരിതങ്ങൾ കുറയ്ക്കുവാനും ആരോഗ്യമുള്ള ജീവിതം നയിക്കുവാനും കഴിയും. കൂടാതെ നിയമിതമായ വ്യായാമം, യോഗ, ധ്യാനം എന്നിവയും അനിവാര്യമാണ്. മെനോപോസ് സൂക്കേടൊന്നുമല്ല, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്വാഭാവിക ഘട്ടം തന്നെയാണ്. ഇപ്പോൾ ശരിയായ ഭക്ഷണശീലങ്ങളും ദൈനംദിനം പാലിക്കുന്നതിലൂടെ മെനോപോസിൻ്റെ ദുരിതങ്ങൾ കുറയ്ക്കുവാനും ആരോഗ്യമുള്ള ജീവിതം നയിക്കുവാനും സാധിക്കും.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സാർ, നമ്മുടെ ഈ വ്യായാമത്തെക്കുറിച്ചാണ്. വ്യായാമം ഈ ആർത്തവ വിരാമം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് എങ്ങനെ സഹായകമാകും, അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള വ്യായാമം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതെങ്ങനെ ആരോഗ്യത്തെ സഹായിക്കുന്നു അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സഹായിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? വ്യായാമം അത് എത്രത്തോളം ആർത്തവ വിരാമം ഉള്ള സ്ത്രീകൾക്ക്, ആർത്തവ വിരാമം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പ്രയോജനപ്പെടും. ശരിയാണ്, നല്ലവണ്ണം പ്രയോജനപ്പെടും. മെനോപോസിന് ശേഷം വ്യായാമം പലതരത്തിലും സഹായകരമാണ്. ഹോർമോൺ മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ്, എല്ലിന് പൊള്ള വരും എന്ന് പറഞ്ഞില്ലേ, ആ ഓസ്റ്റിയോപോറോസിസ്, അതിനെതിരായി, ഓസ്റ്റിയോപോറോസിസ് വരുന്നതിനെതിരായി എല്ലിന് ശക്തിയും ബലവും ലഭിക്കാൻ വ്യായാമം ഉപകരിക്കും. പിന്നെ വണ്ണ നിയന്ത്രണം. മെനോപോസിന് ശേഷം ശരീരഭാരമുള്ളവർക്ക് അധിക ഭാരം കൂടാനുള്ള സാധ്യത ഉണ്ട്. വ്യായാമം ഇതിനെ നിയന്ത്രിക്കും. അവർക്ക് മനോഭാവം മെച്ചപ്പെടും. വ്യായാമം എൻഡോർഫിൻ എന്ന സന്തോഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ, ഹാപ്പിനെസ് ഹോർമോൺ, 4 ഹോർമോൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് സെറട്ടോണിൻ, ഒന്ന് ഡോപ്പമൈൻ, ഒന്ന് എൻഡോർഫിൻ, ഒന്ന് ഓക്സിറ്റോസിൻ. ഇങ്ങനെ 4 ഹോർമോൺ, സെറട്ടോണിൻ, ഡോപ്പമൈൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, അങ്ങനെ 4 ഹോർമോണെയാണ് ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത്, സന്തോഷ ഹോർമോൺ എന്ന് പറയുന്നത്. ഇത് കൂടുതലുണ്ടെങ്കിൽ മനസ്സിന് സന്തോഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യായാമം എപ്പോഴും എൻഡോർഫിൻ്റെ ലെവൽ കൂട്ടും. അപ്പോൾ എൻഡോർഫിൻ്റെ ലെവൽ കൂട്ടുമ്പോൾ മനോവിഷാദം കുറയും, സന്തോഷം കൂടും, അസ്വസ്ഥത കുറയും, ഉറക്കമില്ലായ്മയും കുറയും, ഹൃദ്രോഗങ്ങളും തടയും. വയസ്സാകുമ്പോഴും ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ ശാരീരികമായി സജീവമാകുന്നത് ഹൃദ്രോഗം വരാണ്ടിരിക്കാൻ നല്ലതാണ്. ആ ശാരീരികമായി സജീവമാകുന്നത് ഹൃദ്രോഗം വരാണ്ടിരിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് വ്യായാമം ഹൃദ്രോഗം വരാതെയും സൂക്ഷിക്കും. ഹാർട്ട് ഫ്ലഷ് തീർച്ചയായിട്ടും ലഘൂകരിക്കും. വ്യായാമം വന്നിട്ട് ഹാർട്ട് ഫ്ലഷ് തീർച്ചയായിട്ടും ലഘൂകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹാർട്ട് ഫ്ലഷ് ആണല്ലോ മെയിനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്, അത് ലഘൂകരിക്കപ്പെടും. പിന്നെ നിത്യവ്യായാമം ചിലർക്ക് ഈ ഹാർട്ട് ഫ്ലഷസ് വരാനുള്ള സാധ്യത തന്നെ കുറയ്ക്കും. പിന്നെ ഉറക്കം മെച്ചപ്പെടും. പിന്നെ മാംസപേശികളും ജോയിൻറ്റുകളും ദൃഢമാകും. ശരീരത്തിലെ ജോയിൻറ്റുകളൊക്കെ ദൃഢമാകും. പിന്നീട് ദിനചര്യ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി ചെയ്യുവാനും സാധിക്കും. എന്തൊക്കെയാണ് വ്യായാമം ചെയ്യേണ്ടത്? നമുക്ക് സിമ്പിളായിട്ട് നടന്നാൽ മാത്രം മതി, നടക്കുക, അതുമാത്രം ചെയ്താൽ മതി. പിന്നെ യോഗ ഉണ്ടെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സൈക്ലിംഗ് നല്ലതാണ്. പിന്നെ വെയ്റ്റ് ബെയറിംഗ് എക്സസൈസ്, അതായത് ഗുരുതരമായ ആരോഗ്യമുള്ളവർ ഡോക്ടറുടെ ഉപദേശങ്ങൾ അനുസരിച്ച് മാത്രമേ വെയ്റ്റ് ബെയറിംഗ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വെയ്റ്റ് ബെയറിംഗ് എക്സസൈസ് 2 കിലോ 4 കിലോ തൂക്കമുള്ള സാധനങ്ങളൊക്കെ തൂക്കി മുകളിലേക്ക് കൈ മുകളിൽ സ്ട്രെച്ച് ചെയ്ത് മുകളിൽ തൂക്കിയിട്ട് കീഴ്പോട്ടിറക്കുക എന്നുള്ള വ്യായാമങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു ഹൃദ്രോഗ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബോൺ സ്പെഷ്യലിസ്റ്റ് ഇവരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വേണം ഈ മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ വാക്കിംഗ് ചെയ്യാനായിട്ട് ആരുടെ ഉപദേശവും ആവശ്യമില്ല. അപ്പോൾ നീന്തൽ നല്ലതാണ്. നീന്തുന്നതും ഒരു വിധത്തിൽ ഈ എൻഡോർഫിൻ ഹോർമോണൊക്കെ കൂടുതലുണ്ടാക്കും. അപ്പോൾ അത് കാരണം നീന്തലും ഒരു സന്തോഷം ഉണ്ടാക്കും. അപ്പോൾ വിഷാദം മാറും. അപ്പോൾ ഏതായാലും വ്യായാമത്തിന് നല്ലൊരു പ്രയോജനമാണുള്ളത്. ആർത്തവ വിരാമം പറ്റിയ ആർത്തവ വിരാമം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വ്യായാമം ഏറ്റവും നല്ലതാണ്. അടുത്ത ഒരു ചോദ്യം അതൊരു സംശയ രൂപേണ വന്നിരിക്കുന്നതാണ്. ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉഷ്ണപ്രദേശങ്ങളിൽ ഈ ആർത്തവ വിരാമം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്. ഈ ചോദ്യകർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. സാധാരണ ഉഷ്ണപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഉഷ്ണപ്രദേശങ്ങളിൽ ആർത്തവ വിരാമം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതാണ് സാർ. ഉഷ്ണപ്രദേശങ്ങളിൽ കൂടുതൽ ആർത്തവ വിരാമം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതാണ്. ഉഷ്ണപ്രദേശങ്ങളിൽ ആർത്തവ വിരാമം അനുഭവപ്പെടുന്ന സ്ത്രീകൾക്ക് ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവപ്പെടാമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം ഈ പെട്ടെന്ന് ചൂട് വരലും പെട്ടെന്ന് വിയർക്കലും പെട്ടെന്ന്
തളർന്നു പോകലും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ ഈ ഉഷ്ണപ്രദേശത്തുള്ളവർക്ക് ബുദ്ധിമുട്ട് കൂടത്തല്ലേ ഉള്ളൂ. ആർത്തവവിരാമ കാലത്തുള്ള ഹാർമോണിൻ്റെ കുറവ് കാരണം ഹാർട്ട് ഫ്ലഷസ് വരും എന്ന് പറഞ്ഞില്ലേ, അത് ഉഷ്ണപ്രദേശങ്ങൾ താമസിക്കുന്ന സ്ത്രീകൾ പുറത്ത് ഉഷ്ണം കൂടുതലാവുമ്പോൾ ഇത് വല്ലാതെ ബുദ്ധിമുട്ട് തന്നെയാണ്. ചുറ്റുപാടും ചൂടുള്ളതിനാൽ പെട്ടെന്ന് വരുന്ന ഹാർട്ട് ഫ്ലഷസ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ഈ ചൂട് കാരണം, പുറത്തെയുള്ള ചൂടും അകത്തെയുള്ള ചൂടും കാരണം ഉറക്കത്തിന് വല്ലാതെ മാറ്റം ഉണ്ടാവും. പിന്നെ ദേഹത്ത് വെള്ളം കുറയാനുള്ള സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ, വേർക്കൽ കൂടും, ശരീരത്തിൽ നിന്ന് വെള്ളവും ലവണങ്ങളും കുറഞ്ഞു പോകും. അത് കാരണം ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ വെള്ളം കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരിക്കും മാനസിക സമ്മർദ്ദം, ആർത്തവവിരാമകാലത്തെ മാനസിക മാറ്റങ്ങൾ ഉഷ്ണം മൂലം കൂടുതൽ കടുത്തതുമാകും. ഉഷ്ണം കൂടെ കെട്ടിക്കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം പിന്നെയും വളരെ കൂടുകയേ ഉള്ളൂ. ശീതളമായ ലൈറ്റായിട്ടുള്ള വസ്ത്രധാരണവും കുളിരുള്ള ഇടങ്ങളിൽ പാർപ്പിടം ക്രമീകരിക്കൽ, അതായത് ഒരു സുവാസ സ്ഥലത്ത് ഹൈ റേഞ്ചസിലൊക്കെ പോയി താമസിച്ചാൽ ഈ മെനോപാസിൻ്റെ ലക്ഷണങ്ങളൊക്കെ കുറയാം. കുറച്ച് തണുപ്പ് സ്ഥലങ്ങളിൽ താമസിക്കുന്നത് നല്ലതാണ്. പിന്നെ തണുത്ത ആഹാരം കഴിക്കരുത്. ചൂടുവെള്ളം വെള്ളം കൂടുതൽ കൊടുക്കുക. പിന്നെ ശരീരം തണുക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. പിന്നെ വെള്ളം കൂടുതൽ കുടിക്കുക. പിന്നെ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഹോർമോൺ ചികിത്സയും ചെയ്യാം. ഉഷ്ണപ്രദേശങ്ങളിൽ ആർത്തവവിരാമം അനുഭവപ്പെടുന്ന സ്ത്രീകൾക്ക് ചില ലക്ഷണങ്ങൾ കൂടുതൽ തീവ്രമാകാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള ജീവിതശൈലി മാറ്റങ്ങൾ മാറ്റി അതിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കണം. ഉഷ്ണപ്രദേശത്തുള്ള സ്ത്രീകൾക്ക് ആർത്തവവിരാമത്തിലുള്ള ഈ ഹാർട്ട് ഫ്ലഷസ്, മാനസിക സമ്മർദ്ദം ഇതൊക്കെ വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പഠിക്കണം. പിന്നെ യോഗ പ്രാക്ടീസ് ചെയ്യണം, എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്യണം, ശരിക്കും നടക്കുക. അതൊക്കെ ഒരു എൻഡോർഫിൻ ഉണ്ടാക്കും. എൻഡോർഫിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം കുറയും. അതുകൊണ്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും പറയാൻ കാരണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ആർത്തവവിരാമം സമ്പൂർണ്ണമായിട്ടും സംഭവിച്ചു എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അതായത് ഒരു സ്ത്രീക്ക് ആർത്തവവിരാമം സമ്പൂർണ്ണമായിട്ട് സംഭവിച്ചു എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ചോദ്യം. ആർത്തവവിരാമം സമ്പൂർണ്ണമായി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുന്നതാണ്. ആർത്തവവിരാമം പിന്നീട് എപ്പോഴെങ്കിലും പെട്ടെന്ന് ബ്ലീഡിങ് വന്നാലോ? അത് കാരണം ആർത്തവവിരാമമായി എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചാൽ, 12 മാസത്തോളം ആർത്തവം തികച്ചും ഇല്ലാതിരുന്നാൽ ആർത്തവവിരാമം സംഭവിച്ചു എന്ന് കരുതാം. 12 മാസത്തോളം ആർത്തവം തീർച്ചയായിട്ടും ഇല്ലാണ്ടിരുന്നാൽ ആർത്തവം സംഭവിച്ചു എന്നർത്ഥം. ആർത്തവവിരാമം സംഭവിച്ചു എന്നർത്ഥം. ആർത്തവ ചക്രത്തിൽ സ്ഥിരതയില്ലായ്മ, ആദ്യഘട്ടത്തിൽ ആർത്തവം വൈകി വരികയും കുറച്ച് മാസങ്ങൾ ഇടവേളയോടുകൂടി വരികയും ഇങ്ങനെ വന്ന ശേഷം അതിനുശേഷം 12 മാസം ആർത്തവം തന്നെ ഇല്ലാതായ, ആദ്യം കുറച്ച് ഇടവേള കൂടി വരികയും ചിലപ്പോൾ ഇടവേള കുറഞ്ഞു വരികയും അങ്ങനെ ഇറഗുലറായിട്ടുള്ള ആർത്തവചക്രങ്ങൾ ക്രമരഹിതമായ ആർത്തവചക്രം വന്ന ശേഷം പിന്നെ 12 മാസം ആർത്തവം തീരെ ഇല്ലാണ്ടിരുന്നാൽ ഒരു ക്രമരഹിതമായ ആർത്തവചക്രം കുറേ കാലം ഉണ്ടാവും. നേരത്തെ വരും, താമസിച്ച് വരും. ഇതൊക്കെ മെനോപാസിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് നമുക്ക് എവിടെയെങ്കിലും വീട്ടിലെ കല്യാണമോ അമ്പലങ്ങളിലേക്ക് പോകാൻ തീരുമാനിക്കാനും സംഭവിക്കില്ല. കാരണം എപ്പോഴാണ് ഈ ആർത്തവം സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നീണ്ടുപോയി കഴിഞ്ഞാൽ ഗർഭിണിയായോ എന്ന് പേടി വരെ വരുന്ന രീതിയിലുള്ള നീണ്ടുപോകലായിരിക്കും. 45 ദിവസം 50 ദിവസം കഴിഞ്ഞാൽ വരും. പക്ഷേ ഇത് ആദ്യത്തെ ഒരു ക്രമരഹിതമായ ആർത്തവം സംഭവിക്കും. അതിനുശേഷം ഒരു 12 മാസം ഒട്ടും ഉണ്ടാവില്ല. എന്നാൽ ആർത്തവവിരാമം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ ഹാർട്ട് ഫ്ലഷസ്, രാത്രി വേർക്കുക, പിന്നെ നേരത്തെ പറഞ്ഞ പല ലക്ഷണങ്ങളും പറഞ്ഞല്ലോ, അതൊക്കെ ആർത്തവവിരാമം സംഭവിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. മൂഡ് സ്വിങ്സ്, പിന്നെ ലൈംഗിക അഭിരുചി കുറയുക, പിന്നെ ഹോർമോൺ കുറവുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ അതൊക്കെ കാണുകയാണെങ്കിൽ തന്നെ ആർത്തവവിരാമം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ചില ഡോക്ടർമാർ ഈ രക്തം പരിശോധിച്ച് പറയാറുണ്ട് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതായത് ഈ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുതലാണെങ്കിൽ, അതായത് ഫോളിക്കിൾസ്
കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വരുന്നത്. അപ്പോൾ എപ്പോഴാണോ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ശരീരത്തിൽ കൂടുന്നത്, അതിൻ്റെ അർത്ഥം ഫോളിക്കിൾസ് വളരെ കുറയുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് FSH. അപ്പോൾ അത് കുറയുമ്പോൾ ആർത്തവം അത് കൂടുമ്പോൾ രക്തത്തിൽ FSHൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ, ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുകയാണെങ്കിൽ നമുക്ക് ആർത്തവ വിരാമം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. 12 മാസത്തോളം ആർത്തവം ഇല്ലാത്തതും ഹോർമോൺ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കാണലും ആർത്തവ വിരാമം എന്ന് കാണുമ്പോൾ ആർത്തവ വിരാമം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 12 മാസത്തോളം പിരീഡ് ഇല്ലാതാവുകയും ഹോർമോൺ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്താൽ നമുക്ക് ആർത്തവ വിരാമം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. ചില സ്ത്രീകൾക്ക് ഈ ഘട്ടം വളരെ ശാന്തമായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടെന്ന് നിർബന്ധമില്ല. ചിലർക്കോ വ്യത്യസ്തമായ സമ്മർദ്ദം ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പരിശോധിച്ചിട്ട് വേണ്ട ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ക്രമരഹിതമായ ആർത്തവം എത്രത്തോളം ഒരു മാസവിരാമത്തിൻ്റെ ലക്ഷണമായിട്ട് കരുതാം? സാധാരണയായി 40-45 വർഷത്തിന് ശേഷം ചില സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ പോലും ആർത്തവ ചക്രത്തിൻ്റെ വ്യതിയാനങ്ങൾ തുടങ്ങാം. പെരിമെനോപോസിൻ്റെ ഈ ഘട്ടം ചില സ്ത്രീകൾക്ക് 4-5 വർഷം ഉണ്ടാവും. ഒരു മാസമൊന്നും, ഒരു 5-6 മാസമല്ല, 4-5 വർഷത്തോളം ഈ ക്രമരഹിതമായ ആർത്തവവും പെരിമെനോപോസിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണും. അതായത് 2 മാസക്കുള്ളിയുടെ ആർത്തവ ചക്രത്തിൻ്റെ ഇടവേള ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. ഇതാണ് ക്രമരഹിതമായ ആർത്തവം എന്ന് പറയുന്നത്. പിന്നെ ആർത്തവത്തിൽ രക്തസ്രാവം ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. ഇതിനൊരു ക്രമരഹിതമായ ആർത്തവം എന്നൊക്കെ പറയുന്നത്. പിന്നെ ചില മാസങ്ങളിൽ പൂർണ്ണമായി ചിലപ്പോൾ കണ്ടെന്ന് വരില്ല, 3-4 മാസമായിട്ട് ഒന്നും കണ്ടെന്നും വരത്തില്ല. ഇതൊക്കെയാണ് ഒരു ക്രമരഹിതമായ ആർത്തവത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇത് മെനോപോസ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. പിന്നീട് നമുക്ക് പല രീതിയിലും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിന് മെനോപോസിൻ്റെ ലക്ഷണങ്ങൾ, ഹോർമോൺ കുറവിൻ്റെ വരുന്ന ലക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ കാണാൻ തുടങ്ങിയാൽ തന്നെ മെനോപോസ് വന്നു എന്നർത്ഥം. പിന്നെ 40-45 വയസ്സിനിടയിൽ ആർത്തവം ക്രമരഹിതമായി തുടങ്ങുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരു 10-20 വയസ്സുള്ള കുട്ടിക്ക് ആർത്തവം ക്രമരഹിതമായാൽ അത് മെനോപോസ് എന്ന് വിചാരിച്ച് കളയരുത്. പക്ഷേ 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീയാണ് ആർത്തവം ക്രമരഹിതമായി വരികയാണ്. മറ്റു സമയത്തുള്ള ക്രമരഹിതമായ ആർത്തവത്തിന് വേറെ കാരണങ്ങൾ പലതും ഉണ്ടാകും. പക്ഷേ 40-45 വയസ്സിനുമുള്ള ഇടയ്ക്കുള്ള സ്ത്രീയാണ് മാസം ക്രമരഹിതമായി വന്ന ശേഷം ക്രമരഹിതമായ ആർത്തവം തുടങ്ങുകയാണെങ്കിൽ അത് ഒരു മെനോപോസ് വന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാണ്. പക്ഷേ 30 വയസ്സിന് 45 വയസ്സിന് താഴെയാണെങ്കിലോ അത് മറ്റ് ഹോർമോണുകളുടെയും രോഗാവസ്ഥകളുടെയും പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, തൈറോയിഡ് സൂക്കേടുകൾ, ഇതൊക്കെ അതിൻ്റെ കാരണമാണ്. അങ്ങനെ 30-35 വയസ്സിന് താഴെ ആർത്തവ വിരാമം, ക്രമരഹിതമായ ആർത്തവം ഉണ്ടാകുന്നു. പക്ഷേ 35-45 വയസ്സ് തൊട്ട് 50 വയസ്സിനിടയ്ക്ക്, 50-35 വയസ്സിനിടയ്ക്കാണെങ്കിൽ അത് മെനോപോസ് വന്നു എന്നുള്ള കണക്കാക്കാം. പിന്നെ 50 വയസ്സായിട്ടും ആർത്തവം തുടരുകയാണെങ്കിൽ അവരെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ചില സ്ത്രീകൾ 50-55 വയസ്സ് വരെയും ചിലപ്പോൾ ആർത്തവം ഉണ്ടായിക്കളയും. അവർ 55-ാമത്തെ വയസ്സിലും ഗർഭം ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഇങ്ങനെ ക്രമരഹിതമായ ആർത്തവം വന്ന ശേഷം ആർത്തവം ചിലപ്പോൾ ക്രമമായി തന്നെ 50 വയസ്സ് കഴിഞ്ഞിട്ടും ചില സ്ത്രീകൾക്ക് വരികയാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ക്രമരഹിതയ്ക്ക് ഇടയ്ക്ക് കൂടെ ഉണ്ടാക്കുന്ന രക്തസ്രാവം, ഹോട്ട് ഫ്ലാഷുകൾ, മൂഡിലെ മാറ്റങ്ങൾ, അതായത് മറ്റുള്ള ഹോർമോണിൻ്റെ വ്യതിയാനത്തിൽ വരുന്ന ലക്ഷണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ആർത്തവ വിരാമം അടുത്ത് വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. പിന്നെ ലബോറട്ടറിയിൽ പരിശോധിച്ചാലും ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ അതുപോലെ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ, അതായത് ഹോർമോണിൻ്റെ ഓവേറിയൻ റിസർവ് കുറയുകയാണെങ്കിൽ, ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ ഉണ്ടെങ്കിൽ ഈസ്ട്രജൻ്റെ ലെവൽ കുറയും. പെരിമെനോപോസിൽ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ കൂടും, ഈസ്ട്രജൻ്റെ ലെവൽ കുറയും.
അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ആർത്തവ വിരാമത്തെ നേരിടാൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതിപരമായിട്ടുള്ള മാർഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യം. എന്തെങ്കിലും പ്രകൃതി മാർഗങ്ങൾ ആർത്തവ വിരാമം കുറയ്ക്കാനായിട്ടുണ്ടോ എന്നുള്ളതാണ് മനീഷിൻ്റെ ചോദ്യം. ആർത്തവ വിരാമ കാലത്ത് ഉണ്ടാകുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്ക് ഒരു രാസപദാർത്ഥ ചികിത്സയൊന്നും ഇല്ലാതെ പ്രകൃതിദത്തമായി തന്നെ ആശ്വാസം ലഭിക്കാനായിട്ട് ചില മാർഗങ്ങൾ ഉണ്ട്. ആഹാരശൈലിയിലുള്ള മാറ്റം, അതായത് സസ്യങ്ങൾ, സോയാബീൻ, തൈര്, മുളപ്പിച്ച ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ മുതലായവ, മുളപ്പിച്ച ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ, തൈര്, ഇതൊക്കെ ആഹാരശൈലിയിലുള്ള മാറ്റങ്ങൾ ആണ്. ഈ മാറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് പയറുവർഗ്ഗങ്ങളൊന്നും ഫൈറ്റോ ഈസ്ട്രജനാണ്, അതായത് പ്ലാന്റിലുള്ള ഈസ്ട്രജനാണ് പയറൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ഈസ്ട്രജൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്യുന്നത് പോലെ, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്യുന്നത് പോലെയാണ് പയറ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പയറൊക്കെ കൂടുതലായിട്ട് കഴിച്ചാൽ കുറച്ച് പ്രകൃതിപരമായി തന്നെ നമുക്ക് മെനോപോസിനെ തടയാൻ പറ്റും. പിന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡിയും അസ്ഥിമുറിവുകൾ തടയാൻ ഇത് ആവശ്യമാണ്. പക്ഷേ പാല്, പച്ചക്കറി, സൂര്യപ്രകാശത്തിൽ കുറേ സമയം കഴിയുന്നതും സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നതും പാലും പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഒക്കെ കൂടുതൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. മുളക്, കരിയിൽ ചൂട് വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ കുറയ്ക്കണം. ചൂട് വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ കുറയ്ക്കാനായിട്ട്, അതായത് മുളക്, എരിവുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കാൻ പഠിക്കുക. ചൂട് വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ കുറയ്ക്കണം. പിന്നെ യോഗ, ധ്യാനം, ഇതൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്ന പ്രവൃത്തികളാണ്. പിന്നെ എക്സസൈസും, ഒരു നീന്തൽ, ഒരു അരമണിക്കൂറെങ്കിലും നീന്തുക, അരമണിക്കൂറെങ്കിലും നടക്കുക, ഇതൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ശരീരഭാവം കൃത്യമായി നിയന്ത്രിക്കണം. പിന്നീട് ആയുർവേദ മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ആയുർവേദ വൈദ്യരുടെ സജഷനാണിത്. ഞാൻ ചോദിച്ചിട്ട് മനസ്സിലാക്കിയത് ശരാബരി, അശ്വഗന്ധ, ലോഹസംഗ്രഹം, മഹാത്രിഫല ചൂർണം, ഇതൊക്കെ മാനസിക വളർച്ച കുറയ്ക്കാൻ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മഹാത്രിഫല ചൂർണം ഞാൻ പറഞ്ഞതുകൊണ്ട് കടയിൽ പോയി മേടിച്ച് കളയരുത്. ഒരു ആയുർവേദ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം മേടിച്ച് കഴിക്കാൻ. ശരാവരിയും അശ്വഗന്ധയും പിന്നെ ഉള്ള കഷായങ്ങളൊക്കെ, മഹാത്രിഫല ചൂർണം, ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഉടനെ പോയിട്ട് മഹാത്രിഫല ചൂർണം മേടിച്ച് കഴിച്ച് കളയരുത്. ആയുർവേദ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. പിന്നെ ഉറക്കം സ്ഥിരമാക്കണം. തണുപ്പുള്ള പരിസ്ഥിതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. പുറത്ത് തണുക്കണം. പിന്നെ വൈകുന്നേര സമയത്ത് കഫം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കരുത്. പിന്നെ സംഗീതം കേൾക്കുക, പുസ്തകം വായിക്കുക, ഇതൊക്കെയാണ്. കുടുംബ സുഹൃത്തുക്കളുമായി കൂടുതൽ നേരം ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. പിന്നെ ആർത്തവ വിരാമം ഒരു സ്വാഭാവിക ഘട്ടമാണ്. അതിനെ പ്രകൃതിപരമായ മാർഗങ്ങളിലൂടെ സമതുലിതമായി കൊണ്ടുപോകാൻ സാധിക്കും. ശരിയായ ആഹാരം, യോഗ, മനഃശാന്തി, നല്ല ഉറക്കം എന്നിവയാണെങ്കിൽ ആർത്തവ വിരാമ സമയത്തുള്ള ഈ പ്രകൃതിപരമായി എങ്ങനെയാണ് ആർത്തവ വിരാമ സമയത്തുള്ള ബുദ്ധിമുട്ടുകളെ പ്രകൃതിപരമായി എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ അനുസരിച്ചാൽ തന്നെ നമുക്ക് പ്രകൃതിപരമായി തന്നെ ആർത്തവ വിരാമത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുവാൻ സാധിക്കും. ആയുരാരോഗ്യം സമാപിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിൽ ആർത്തവ വിരാമം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ NS അയ്യർ.